CPMന്റെ പാളിച്ചകളെ തുറന്നു കാട്ടേണ്ടതും നിർഭയമായ തിരുത്തൽ ശക്തിയായി മാറേണ്ടതുമായ ഡിവൈഎഫ്ഐ തികഞ്ഞ വിധേയത്വത്തിന് പാത്രമായി മാറുകയാണ്. തൃശൂരിൽ സമാപിച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ പോക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ യുവജന പ്രസ്ഥാനത്തിന് സ്വന്തം നിലപാടുകളും സ്വതന്ത്ര വിമർശന ശേഷിയും പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് ശക്തമാകുന്നത്. ജില്ലാ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും നയവൈകല്യങ്ങൾക്കെതിരെയും കീഴ്ഘടകങ്ങളിലെ സഖാക്കൾ ശക്തമായി പൊട്ടിത്തെറിച്ചിരുന്നതാണ്. എന്നാൽ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ ഉയർന്ന പദവികളും പാർട്ടിയിലെ സ്ഥാനമാനങ്ങളും മാത്രം ലക്ഷ്യമിടുന്ന യുവനേതാക്കൾ പൂർണ്ണമായി മൗനത്തിലേക്ക് വഴുതി വീഴുന്ന നിരാശാജനകമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മത്സരിച്ച ഇടതുപക്ഷത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുകയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരികയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ചരിത്രപരമായ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ചയും നടത്താൻ സമ്മേളനവേദി തയ്യാറായില്ല എന്നത് ഏറെ വിരോധാഭാസമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ വേദിയിലിരിക്കെ അദ്ദേഹത്തിന്റെയോ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയോ അതൃപ്തി ക്ഷണിച്ചു വരുത്തുമോ എന്ന ഭയമാണ് യുവ പ്രതിനിധികളുടെ നാവും മനസ്സും പൂട്ടിയിട്ടത്. പരാജയത്തിന് വഴിവെച്ച ജനവികാരത്തെയോ ഭരണപരമായ വീഴ്ചകളെയോ കുറിച്ച് ആത്മപരിശോധന നടത്തുന്നതിന് പകരം മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നതിലാണ് റിപ്പോർട്ടും ചർച്ചകളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്ന ഒറ്റവരി ആശ്വാസത്തിൽ കടമ അവസാനിപ്പിച്ച നേതാക്കൾ യുവജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന PSC പരീക്ഷാ തട്ടിപ്പുകളെക്കുറിച്ചോ റാങ്ക് ലിസ്റ്റ് സമരങ്ങളെക്കുറിച്ചോ മിണ്ടാൻ പോലും തയ്യാറായില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലില്ലായ്മയെക്കുറിച്ച് വാചാലരായവർ കേരളത്തിൽ അനുഭവപ്പെടുന്ന തൊഴിൽ പ്രതിസന്ധിയും യുവാക്കളുടെ വിദേശത്തേക്കുള്ള കൂട്ടപ്പലായനവും പൂർണ്ണമായും തമസ്കരിച്ചു. ഭരണമാറ്റം വേണമെന്നും തെറ്റുകൾ തിരുത്തണമെന്നും പരസ്യമായി ആവശ്യപ്പെട്ട് സാംസ്കാരിക നായകരെ കുറ്റപ്പെടുത്താനും കടന്നാക്രമിക്കാനും സമ്മേളനം സമയം കണ്ടെത്തി. സാംസ്കാരിക ലോകവും പൊതുസമൂഹവും ഉയർത്തിയ ന്യായമായ ആശങ്കകളെ ഉൾക്കൊള്ളുന്നതിന് പകരം അവരെ രാഷ്ട്രീയ ശത്രുക്കളായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചത്. കേന്ദ്ര നയങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച നടപടി ഉൾപ്പെടെയുള്ള തത്വാധിഷ്ഠിത വിഷയങ്ങളിൽ ഡിവൈഎഫ്ഐ പുലർത്തുന്ന മൗനം അവരുടെ നയപരമായ വീഴ്ച വ്യക്തമാക്കുന്നു. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെക്കാൾ മുതിർന്ന നേതാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സംഘടന മുൻഗണന നൽകുന്നത്. നാളത്തെ പാർട്ടി നേതൃത്വത്തിലേക്ക് കടക്കാനുള്ള പാലമായി മാത്രം ഡിവൈഎഫ്ഐ ഭാരവാഹിത്വത്തെ കാണുന്ന നേതാക്കളുടെ കരിയറിസമാണ് ഈ വായടപ്പിക്കലിന് പിന്നിൽ. പാർട്ടിയെ മുൻ ഭരണത്തെയും വിമർശിച്ചാൽ ഭാവിയിലെ സ്ഥാനമാനങ്ങൾ നഷ്ടമാകുമെന്ന ഭയം യുവജന പ്രസ്ഥാനത്തിന്റെ വീര്യത്തെയും പോരാട്ട വീര്യത്തെയും പൂർണ്ണമായും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. സമ്മേളനം പൂർത്തിയാകുമ്പോൾ ചിന്താ ജെറോം പ്രസിഡന്റായും M വിജിൻ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ട് സംഘടനയെ നയിക്കാൻ പുതിയ നേതൃത്വം ചുമതല ഏറ്റിരിക്കുകയാണ്. തിരുത്തൽ ശക്തി എന്ന വിലാസം വീണ്ടെടുക്കാനും അണികളിൽ ചോർന്നുപോയ ആവേശം തിരിച്ചെത്തിക്കാനും ഈ പുതിയ നേതൃത്വത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അന്ധമായ വിധേയത്വം മാറ്റിവെച്ച് ആത്മാർത്ഥമായ സ്വയം വിമർശനത്തിലൂടെയും പാളിച്ചകൾ തുറന്നു പറഞ്ഞും മാത്രമായിരിക്കണം ചിന്തയും വിജിനും യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടത്.